നമസ്കാരം. N4 ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ലിജോ വേലുപ്പാടം. ആദ്യം പ്രധാന വാർത്തകൾ. ജനങ്ങളുടെ യാത്രാ ദുരിതത്തിന് ശാശ്വത പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെ നിർമ്മിച്ച ചിറങ്ങര റെയിൽവേ മേൽപ്പാലം ഉദ്ഘാടനം ചെയ്തു. നടൻ കാളിദാസ് ജയറാം വിവാഹിതനായി. മോഡലായ താരിണി കലിംഗരായരാണ് വധു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം. മലയോര ഹൈവേയുടെ ജില്ലയിലെ 3ാം റീച്ചിന്റെയും ചാത്തൻ മാസ്റ്റർ റോഡിന്റെ 2ാം റീച്ചിന്റെയും ഉദ്ഘാടനം നടത്തി. ദേശീയപാത നന്ദിക്കര സ്കൂൾ സ്റ്റോപ്പിന് സമീപം കാറും ബൈക്കും കൂട്ടിയിടിച്ച ബൈക്ക് യാത്രക്കാരന് പരിക്ക്. യൂത്ത് കോൺഗ്രസ് പുതുക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കറന്റ് ബില്ല് വർധനവിനെതിരെ പുതുക്കാട് സെന്ററിൽ ചൂട്ടുകത്തിച്ച് പ്രതിഷേധിച്ചു. ചലച്ചിത്രതാരവും നാടക നടനുമായ ജോസ് പെല്ലിശ്ശേരിയുടെ 20ാം ചരമവാർഷിക ദിനത്തിൽ അനുസ്മരണ സമ്മേളനം നടത്തി. വൈദ്യുതി ചാർജ് വർധനവിനെതിരെ ചാലക്കുടിയിൽ യൂത്ത് കോൺഗ്രസ് ചൂട്ടുകത്തിച്ച് പ്രതിഷേധിച്ചു. വാർത്തകൾ വിശദമായി അറിയാം. ജനങ്ങളുടെ യാത്രാ ദുരിതത്തിന് ശാശ്വത പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെ നിർമ്മിച്ച ചിറങ്ങര റെയിൽവേ മേൽപ്പാലം ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലയിലെ ചാലക്കുടി മണ്ഡലത്തിലെ കൊരട്ടി ബസാർ റോഡിലെ ലെവർ ക്രോസ് നമ്പർ 56-ലെ ജനങ്ങളുടെ യാത്രാ ദുരിതത്തിന് ശാശ്വത പരിഹാരം കാണുക എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിലേക്കായി നിർമ്മിച്ച ചിറങ്ങര റെയിൽവേ മേൽപ്പാലം ഉദ്ഘാടനം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. കൊരട്ടി ബസാർ റോഡിലെ ലെവൽ ക്രോസ് നമ്പർ 56-ന് പകരമായ ചിറങ്ങര റെയിൽവേ മേൽപ്പാലം 298 മീറ്റർ നീളത്തിലും 2 ലൈൻ റോഡും ഫുട്പാത്തും ഉൾപ്പെടെ 10.15 മീറ്റർ വീതിയിലുമാണ് നിർമ്മിച്ചിട്ടുള്ളത്. സ്റ്റീൽ കോൺക്രീറ്റ് കമ്പോസിറ്റ് സാങ്കേതിക വിദ്യയിൽ കണ്ടിന്യൂസ് സ്പാൻ സ്ട്രക്ചർ മാതൃകയിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ പാലത്തിന്റെ അപ്രോച്ച് ഭാഗത്ത് 25.5 മീറ്റർ നീളമുള്ള 3 സ്പാനുകളും 17.95 മീറ്റർ നീളമുള്ള 2 സ്പാനുകളും 17.2 മീറ്റർ നീളമുള്ള 2 സ്പാനുകളും 2 എംബാങ്ക്മെന്റുകളും RBDCക്കാണ് നിർമ്മിച്ചത്. 33.4 മീറ്റർ നീളമുള്ള റെയിൽവേ സ്പാനിന്റെ ഫൗണ്ടേഷൻ, സബ്സ്ട്രക്ചർ എന്നിവ RBDCക്കയും ഗർഡർ, സ്ലാബ് എന്നിവ റെയിൽവേ നേരിട്ടുമാണ് നിർമ്മിച്ചിട്ടുള്ളത്. മേൽപ്പാലത്തിനു പുറമെ റോഡിന് ഇരുവശത്തും ഓട, ഫുട്പാത്തോടുകൂടിയ സർവീസ് റോഡിന്റെയും നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. സെൻട്രലൈസ്ഡ് സോളാർ പാനലുകളും ബാറ്ററികളും ഉപയോഗിച്ചുള്ള ലൈറ്റിംഗ് ആണ് പാലത്തിന് നൽകിയിട്ടുള്ളത്. കൂടാതെ പാലത്തിന്റെ അടിയിലുള്ള ഭാഗവും ഉപയോഗക്ഷമമാക്കിയിട്ടുണ്ട്. സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷത വഹിച്ചു. ബെന്നി ബെഹനാൻ MP, RBDCക്ക് മാനേജിംഗ് ഡയറക്ടർ S. സുഹാസ്, ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടരുമടത്തിൽ, കൊരട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു, വൈസ് പ്രസിഡന്റ് ഷൈനി ഷാജി, ജില്ലാ പഞ്ചായത്ത് അംഗം ലീല സുബ്രഹ്മണ്യം തുടങ്ങിയവർ സംബന്ധിച്ചു. കേരളത്തിലെ റെയിൽവേ മേൽപ്പാലങ്ങളുടെ കണക്ക് പരിശോധിച്ചാൽ നടൻ കാളിദാസ് ജയറാം വിവാഹിതനായി. തരിണിയാണ് വധു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം. 4 വർഷം നീണ്ട പ്രണയത്തിനൊടുവിലാണ് നടൻ കാളിദാസ് ജയറാം തരിണി കലിംഗരായരുടെ കഴുത്തിൽ മിന്നു ചാർത്തിയത്. ഗുരുവായൂർ ഉണ്ണിക്കണ്ണന്റെ നടയിൽ രാവിലെ 7:30-നും 7:45-നും മധ്യയുള്ള മുഹൂർത്തത്തിലായിരുന്നു വിവാഹം. ക്ഷേത്ര കൊടിമരത്തിനു മുന്നിലായി ക്രമീകരിച്ചിരുന്ന വിവാഹ മണ്ഡപത്തിൽ വെച്ച് കാളിദാസ് ജയറാം താരിണി കലിംഗരായരെ തുളസിമാല അണിയിച്ച് താലികെട്ടി. മാതാപിതാക്കളായ ജയറാമും പാർവതിയും കാളിദാസിന്റെ സഹോദരി മാളവിക ജയറാമും പ്രാർത്ഥനകളോടെ വധൂവരന്മാരെ അനുഗ്രഹിച്ചു. മണ്ഡപത്തിനുള്ളിൽ അഗ്നിയെ വലം വെച്ച ശേഷം വധൂവരന്മാർ പുറത്തേക്കിറങ്ങി. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, മന്ത്രി മുഹമ്മദ് റിയാസ് എന്നിവർ വധൂവരന്മാർക്ക് വിവാഹമംഗള ആശംസകൾ നേർന്നു. ഇന്ന് വൈകിട്ടോടെ വധൂവരന്മാരും ജയറാമും പാർവതിയും കുടുംബവും ചെന്നൈയിലേക്ക് പോകും. 11-ാം തീയതി ബുധനാഴ്ചയാണ് ചെന്നൈയിൽ വിവാഹ സൽക്കാരം ഒരുക്കിയിരിക്കുന്നത്. മലയോര ഹൈവേയുടെ ജില്ലയിലെ 3ാമത്തെ റീച്ചിന്റെയും ചാത്തൻ മാസ്റ്റർ റോഡിന്റെ 2ാമത്തെ റീച്ചിന്റെയും ഉദ്ഘാടനം നടത്തി. കേരളത്തിലെ ഏറ്റവും വലിയ പാതയായ മലയോര ഹൈവേ കേരളത്തിന്റെ പ്രതീക്ഷയാണെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു.
റോഡ് വികസനത്തിൽ ഈ സർക്കാർ വലിയ മുന്നേറ്റം നടത്തിയെന്നും മികച്ച നിലവാരമുള്ള റോഡുകളാണ് ഇപ്പോഴുള്ളതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മലയോര ഹൈവേയുടെ ജില്ലയിലെ 3ാം റീച്ചിന്റെയും ചാത്തൻ മാസ്റ്റർ റോഡിന്റെ 2ാം റീച്ചും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷനായി. ബെന്നി ബെഹനാൻ MP, KRFB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷിബു കൃഷ്ണരാജ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടരുമടത്തിൽ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ VB അശ്വതി, KP ജെയിംസ്, അഡ്വക്കേറ്റ് ആതിര ദേവരാജൻ, അമ്പിളി സോമൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജനീഷ് P ജോസ് എന്നിവർ പ്രസംഗിച്ചു. മറ്റത്തൂർ, കോടശ്ശേരി, അതിരപ്പിള്ളി പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച വെള്ളിക്കുളങ്ങര മുതൽ കോർമല, രണ്ടുകൈ, ചായ്പൻകുഴി, വെറ്റിലപ്പാറ 13 ജംഗ്ഷൻ വഴി വെറ്റിലപ്പാറ വരെ 18.35 കിലോമീറ്റർ നീളത്തിൽ 12 മീറ്റർ വീതിയിലുമാണ് നിർമ്മാണം നടത്തുക. ഇതിനായി 124.69 കോടി രൂപയുടെ സാങ്കേതികാനുമതിയും ലഭിച്ചു. കിഫ്ബിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന പദ്ധതിക്ക് 2016-17 ഭരണാനുമതി ലഭിച്ചിരുന്നു. കേരള റോഡ് ഫണ്ട് ബോർഡിനാണ് പ്രവൃത്തിയുടെ നിർവഹണ ചുമതല. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 1251 കിലോമീറ്റർ ദൂരത്തിൽ 13 ജില്ലകളിലൂടെ മലയോര ഹൈവേ കടന്നുപോകും. ഇതിൽ തൃശൂർ ജില്ലയിലെ 3ാം റീച്ചിലാണ് കേരളത്തിൽ ആദ്യമായി മലയോര ഹൈവേക്കായി നിർമ്മിതികൾക്ക് പണം നൽകി ഭൂമി ഏറ്റെടുക്കുന്നത്. കൊടകര, കോടശ്ശേരി പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച 9.150 കിലോമീറ്റർ നീളം വരുന്ന പുത്തുക്കാവ്, കനകമല, മേച്ചിറ, ചാത്തൻ മാസ്റ്റർ റോഡ്, പൊതുമരാമത്ത് റോഡിന് 8.98 കോടി രൂപയുടെ ഭരണാനുമതിയും സാങ്കേതികാനുമതിയും ലഭിച്ചിട്ടുണ്ട്. ജനപ്രതിനിധികളെ മതമോടുകൂടി ഞാൻ കാണുകയാണ്. മലയോര ഹൈവേയിലെ റോഡുകൾ പലതും പല പ്രയാസങ്ങൾ അനുഭവിക്കുന്നതാണ്. ഭൂപ്രകൃതിക്ക് അനുസരിച്ച് വീതി കുറഞ്ഞ റോഡുകളാണ് പലയിടത്തും നമുക്ക് കാണാനാവുക. നിങ്ങൾക്കും അനുഭവമുള്ളതാണ്. എന്നാൽ നമ്മുടെ മലയോര പ്രദേശങ്ങൾ കേരളത്തിൻ്റെ സാമ്പത്തിക മേഖലയിലടക്കം പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന പ്രദേശങ്ങളാണ്. കാർഷിക മേഖല എന്നുള്ള നിലയിൽ ഇവിടെ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ സംസ്ഥാനത്തിനകത്തും സംസ്ഥാനത്തിന് പുറത്തും എല്ലാം എത്തിക്കണമെങ്കിൽ മികച്ച ഗതാഗത സൗകര്യം ആവശ്യമാണ്. കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികന് പരിക്ക്. ദേശീയപാത നന്ദിക്കരയിലാണ് അപകടം. കൈക്ക് പരിക്കേറ്റ കോട്ടയം സ്വദേശിയായ ബൈക്ക് യാത്രികനെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഞായറാഴ്ച രാവിലെ 10:30യോടെയായിരുന്നു അപകടം. ചെങ്ങാലൂർ സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാർ യു-ടേൺ തിരിഞ്ഞ് നന്ദിക്കര ഭാഗത്തേക്ക് പോകുന്നതിനിടെ പുറകിൽ വന്ന ബൈക്ക് കാറിൽ ഇടിക്കുകയായിരുന്നു. കാറിന്റെ പുറകുവശത്ത് കേടുപാടുകൾ സംഭവിച്ചു. അപകടത്തിൽ ബൈക്കിന്റെ ചക്രം തകർന്നു. കറന്റ് ബില്ല് വർധനവിനെതിരെ പുതുക്കാട് യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ചൂട്ട് കത്തിച്ച് പ്രതിഷേധം. നിയോജക മണ്ഡലം സെക്രട്ടറി സച്ചിൻ ഷാജു സ്വാഗതം പറഞ്ഞു. മണ്ഡലം പ്രസിഡന്റ് ജസ്റ്റിൻ ആറ്റുപുറം അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി ആൻസി ജോബി ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ കാരയിൽ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഷാജു കാളിയങ്കര, DCC ജനറൽ സെക്രട്ടറി സെബി കൊടിയൻ, ബ്ലോക്ക് സെക്രട്ടറിമാരായ സിൻഡോ പയ്യപ്പള്ളി, വോഗീസ് തെക്കേത്തല, ലിൻസൺ പല്ലൻ എന്നിവർ സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറി ജിതിൻ പ്രിൻസ് നന്ദി പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ അർജുൻ സുരേഷ്, രഞ്ജിത് രാജൻ, എൻജോയ് വല്ലച്ചിറ, എൽറിൻ ജോബി, അലൻ ഷാജു എന്നിവർ സന്നിഹിതരായിരുന്നു. ചലച്ചിത്ര താരവും നാടക നടനുമായ ജോസ് പെല്ലശ്ശേരിയുടെ 20ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് അനുസ്മരണ സമ്മേളനം നടത്തി. ക്ലബ്ബ് പ്രസിഡന്റ് മധു ചിറക്കലിന്റെ അധ്യക്ഷതയിൽ പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ സുന്ദർദാസ് ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ ബിജു എസ് ചെറിയത്ത മുഖ്യാതിഥിയായി. ജോസ് പല്ലിശ്ശേരിയുടെ സഹപ്രവർത്തകനായിരുന്ന നാടക ചലച്ചിത്ര നടൻ MP നന്ദകുമാർ, ജോസ് പല്ലിശ്ശേരി അവാർഡ് ജേതാവ് കലാഭവൻ ജയൻ, പ്രൊഫഷണൽ നാടക നടന്മാരായ ഉണ്ണികൃഷ്ണൻ പാലപ്പെട്ടി, ഷാജു കാച്ചപ്പിള്ളി, ബിജു ജോസ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. നഗരസഭാ കൌൺസിലർ തോമസ് മാളിയക്കൽ, ചിത്രകാരൻ സുരേഷ് മുട്ടത്തി, ജോണി മേച്ചേരി, ക്ലബ്ബ് സെക്രട്ടറി TP രാജു, രജനീഷ് കാളിവീട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. അജന്ത ക്ലബ്ബ് അടുത്ത വർഷം അവതരിപ്പിക്കുന്ന നാടകത്തിന്റെ പുസ്തകം സംവിധായകൻ കലാഭവൻ ജയന് ചടങ്ങിൽ കൈമാറി. വൈദ്യുതി ചാർജ് വർധനവിനെതിരെ ചാലക്കുടിയിൽ യൂത്ത് കോൺഗ്രസ് ചൂട്ട് കത്തിച്ച് പ്രതിഷേധിച്ചു. LDF സർക്കാരിന്റെ വൈദ്യുതി ചാർജ് വർധനവിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ചാലക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ KCB ഓഫീസിന് മുന്നിൽ ചൂട്ടുകത്തിച്ച് പ്രതിഷേധിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോണി പുല്ലൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് സെക്രട്ടറി അരുൺ വോഗീസ് അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് നേതാക്കളായ KK അനിൽ ലാൽ, നിഖിൽ തങ്കപ്പൻ, റിൻഡോസ് കണ്ണമ്പുഴ, ജെറിൻ ദേവസി, അലക്സ് കാട്ടാളൻ, KSU നേതാക്കളായ രാജീവ് വാലപ്പൻ, നിതിൻ P ജോഷി എന്നിവർ പ്രസംഗിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം.
സ്വർണ്ണവിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 7115 രൂപ, പവന് 56,920 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജനങ്ങളുടെ യാത്രാ ദുരിതത്തിന് ശാശ്വത പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെ നിർമ്മിച്ച ചിറങ്ങര റെയിൽവേ മേൽപ്പാലം ഉദ്ഘാടനം ചെയ്തു. നടൻ കാളിദാസ് ജയറാം വിവാഹിതനായി. മോഡലായ താരിണി കലിംഗരായരാണ് വധു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം. മലയോര ഹൈവേയുടെ ജില്ലയിലെ 3ാം റീച്ചിന്റെയും ചാത്തൻ മാസ്റ്റർ റോഡിന്റെ 2ാം റീച്ചിന്റെയും ഉദ്ഘാടനം നടത്തി. ദേശീയപാത നന്ദിക്കര സ്കൂൾ സ്റ്റോപ്പിന് സമീപം കാറും ബൈക്കും കൂട്ടിയിടിച്ച ബൈക്ക് യാത്രക്കാരന് പരിക്ക്. യൂത്ത് കോൺഗ്രസ് പുതുക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കറന്റ് ബില്ല് വർധനവിനെതിരെ പുതുക്കാട് സെന്ററിൽ ചൂട്ടുകത്തിച്ച് പ്രതിഷേധിച്ചു. ചലച്ചിത്ര താരവും നാടക നടനുമായ ജോസ് പെല്ലിശ്ശേരിയുടെ 20ാം ചരമവാർഷിക ദിനത്തിൽ അനുസ്മരണ സമ്മേളനം നടത്തി. വൈദ്യുതി ചാർജ് വർധനവിനെതിരെ ചാലക്കുടിയിൽ യൂത്ത് കോൺഗ്രസ് ചൂട്ടുകത്തിച്ച് പ്രതിഷേധിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.